നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീവിരുദ്ധ പരാമർശവുമായി തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ. മലയാളി പെൺകുട്ടികൾ മാന്യമായ രീതിയിൽ വസ്ത്രധാരണം നടത്തണം. വല്ലതുമൊക്കെ വാരിച്ചുറ്റി പ്രദർശിപ്പിച്ചു നടന്നാൽ ആളുകൾ നോക്കിയെന്നിരിക്കും. രാഹുൽ മങ്കൂട്ടത്തിൽ മോശമായി ചാറ്റ് ചെയ്തെങ്കിൽ ബ്ലോക്ക് ചെയ്യണമായിരുന്നു. ചാറ്റിംഗ് വായിച്ച് സുഖിച്ച ഇപ്പോൾ പരാതി പറയുന്നതിൽ കാര്യമില്ല. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. വിവാഹ വാഗ്ദാനം നടത്തി ഉടനെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയല്ല വേണ്ടത്. വർഷങ്ങളായി എല്ലാത്തരം ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ട് അവസാനം പീഡനം എന്ന് പറഞ്ഞാൽ അത് എന്ത് തരം പീഡനമാണ് എന്ന് മനസ്സിലാക്കാനാകുന്നില്ല. പുരുഷനെതിരെ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചയാൾക്കെതിരെ കേസെടുക്കാൻ നിയമം ഉണ്ടാകണം. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് പറഞ്ഞു. യുവനേതാക്കള് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞ പോലെ അത്തരത്തില് അദ്ദേഹത്തിന് ആശയം ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തില്ലോ എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമല്ല. ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് സത്യമില്ലാതിരിക്കുക, രണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ അല്ലെങ്കിൽ പുരുഷ സമൂഹത്തിന് വേണ്ടി ഞാനൊരു വാക്ക് പറയുന്നു, ഒറ്റ കാര്യം പറയുന്നുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്കെതിരെ അപ്പം കേസെടുക്കും എന്ന് പറഞ്ഞാൽ ലൈംഗിക ചുവയോടുകൂടി നോക്കി എന്ന് പറഞ്ഞാൽ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ലൈംഗിക ചുവയോട് നോക്കി എന്ന് പറഞ്ഞാൽ ഇപ്പം പല സ്ത്രീകളും ഇന്നലെ ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ അല്പവസ്ത്രധാരികളായി പലരും വഴിയിലേക്ക് ഇറങ്ങുക. അത് കാരണവന്മാരോട് നോക്കണം. മലയാളികൾ അല്ലെങ്കിൽ മലയാളികളായ പെൺപിള്ളേർ നടക്കേണ്ട രീതിയിൽ കൂടെ നടക്കണം. ഇപ്പം ഈ പറഞ്ഞ പോലെ വല്ല ഇച്ചിരിയൊക്കെ വാരി ചുറ്റി ബാക്കി മുഴുവൻ ലോകത്ത് മുഴുവൻ പ്രദർശിപ്പിച്ചു നടന്നാൽ ആരെങ്കിലുമൊക്കെ നോക്കി നിന്നിരിക്കും, കമൻ്റ് അടിച്ചു നിന്നിരിക്കും. അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മുടെ സമൂഹം തന്നെ ഒഴിവാക്കണം. ഈ പറഞ്ഞ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരെങ്കിലും ഇപ്പോൾ ഒരു സിനിമാ നടിയെന്ന് ആ കൊച്ചിനെ രാഹുൽ ചാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. ചാറ്റ് ചെയ്ത് രാഹുലിൻ്റെ ചാറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫോണെ ബ്ലോക്ക് ചെയ്താൽ മതി. അത് മൈൻഡ് ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ഇനി മേലാൽ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയാം. അതവിടെ തീർന്നു. ഇനി ചാറ്റിൽ മോശമുണ്ടെങ്കിൽ അവർ പരാതി കൊടുക്കണ്ടേ? പരാതി കൊടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അതിന് സംശയിക്കുന്നത് പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ട് ചാനലിന് മുമ്പ് എന്ന് പറയുകയാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ചുമ്മാ ചാറ്റ് ചെയ്തോളൂ. ചാറ്റ് ചെയ്തപ്പോൾ ചിലപ്പം തിരിച്ചും ചാറ്റ് ചെയ്തെന്ന് പറയത്തില്ല, എനിക്കറിയില്ല. ചാറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് സുഖിച്ചു, ചാറ്റിങ് കണ്ട് സുഖിച്ചുകൊണ്ടിരുന്നു കാണും. അത് കഴിഞ്ഞിട്ട് പറയുക, പത്രക്കാരുടെ മുമ്പ് എന്നിട്ട് പറയുക, അയ്യോ എന്നെ അപമാനിച്ചു. ഇത് ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അവരെ അപമാനിച്ചെങ്കിൽ, ഒരു സ്ത്രീയെ അപമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസ് കൊടുക്കണം. അവർ നിയമപരമായി അയാൾക്കെതിരെ നടപടിയായി മുന്നോട്ട് പോകണം. സ്ത്രീക്കുള്ളതുപോലെ തന്നെ പുരുഷനും അവകാശം അല്ലെങ്കിൽ അധികാരം ഉണ്ടാവണം. ഇവിടെ ഒരു ഭാഗത്തിന് മാത്രമേ ഉള്ളൂ ഈ പീഡനം ഏൽക്കുന്നില്ല, രണ്ട് ഭാഗത്തും പീഡനം ഏൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പലരും നമ്മളോടും പല കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന് പറയരുത്. എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല, മാന്യന്മാരുണ്ട്. അതിനകത്ത് ഒന്ന് രണ്ട് പേരൊക്കെ മോശക്കാർ കാണും. പറഞ്ഞ കടുങ്കാപ്പിക്കകത്ത് ഒരു തരി വീണാൽ ആ കടുങ്കാപ്പി മുഴുവൻ മോശമാകും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ്. സ്ത്രീകളെല്ലാം മോശക്കാരാണ്. സ്ത്രീകൾ വളരെ മോശക്കാരുണ്ട്. പക്ഷേ എല്ലാവരും മോശക്കാരല്ലല്ലോ. നല്ല സ്ത്രീകളുണ്ട്, മാന്യമായ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഒരു പീഡനം ഉണ്ടായാൽ അല്ലെങ്കിൽ അധിക്ഷേപം ഉണ്ടായാൽ മാന്യരായ സ്ത്രീകളൊക്കെ അപ്പോൾ തന്നെ പ്രതികരിക്കും. അല്ലെങ്കിൽ അപ്പോൾ അവർ നിയമപരമായി അവർ പരാതിപ്പെടും, രേഖാമൂലം പരാതിപ്പെടും. ഇതൊന്നും ഒരു പരാതിയില്ലാതെ ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുലിന് പിന്തുണയല്ലോ. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അയാൾ പറഞ്ഞതിന് അയാൾക്ക് നിയമപരമായി അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അയാൾ തെളിയിക്കുന്നതാണ്. തെളിയിച്ചാൽ അയാൾ നല്ല കാര്യം. ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അയാളെന്നല്ല, ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഇതിനെക്കുറിച്ച് നമ്മൾ പലതരത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ മുമ്പുണ്ടായിരിക്കുന്ന പല സംഭവങ്ങൾ പലരും പറയുന്നു പീഡനം. വർഷങ്ങളായി സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിൽ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പറയുക 50 തവണ സൗഹൃദം പങ്കിട്ടതിന് ശേഷം 51ാമത്തെ തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് പീഡനമാണെന്ന് എനിക്ക് മനസ്സിലാകത്ത്. പലരും അങ്ങനെയാണ് പീഡനം പറയുന്നത്. 50 തവണ സൗഹൃദം പങ്കിട്ടു, ആ 51ാമത്തെ തവണ പീഡനമാണെന്ന് പറയുന്നത് അതൊന്നും അംഗീകരിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ നമുക്കറിയാം, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് എന്തുവരെ വേട്ടയാടപ്പെട്ടു. ആ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടി അവസാനം അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം നിരപരാധിയാതൊന്നുമില്ല. കണ്ട അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിക്കുന്ന ആളുകൾ എത്രയോ മനോവേദന അനുഭവിച്ചു. ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ കുടുംബമല്ലേ അനുഭവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ ആരെങ്കിലും ആകട്ടെ ഒരാളെക്കുറിച്ച് ആരോപണം, നാളെ ഒരു സ്ത്രീ പറയുക സജി മഞ്ഞക്കടമ്പൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ
അപ്പോൾ എനിക്കെതിരെ കേസല്ലേ? എനിക്കെതിരെ കേസെടുത്ത് ഞാൻ ജയിലിൽ പോയി അതിന് ശേഷം നാറി കുളം തോണ്ടി എൻ്റെ വീടും കുടുംബവും നശിപ്പിച്ച് എൻ്റെ മുഴുവൻ പ്രതിച്ഛായം പോയതിന് ശേഷം ഞാൻ പിന്നെ ഇറങ്ങി വന്ന് ഞാൻ ഇവിടെ പീഡിപ്പിച്ചു എന്ന് ഞാൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ കോട്ടയത്ത് വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു തെളിയിക്കുമ്പോഴാണ് എന്നെ കോടതി വിടുന്നത്. അപ്പോഴത്തേനും 3-4 വർഷം കഴിയും. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ശരിയല്ല. ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു ആരോപണം ഉന്നയിക്കാം. ഏത് നടന്ന കാര്യത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കണം. പക്ഷേ ഉന്നയിക്കുന്ന ആ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ നിർബന്ധമായും അവരെ പ്രതിയാക്കാൻ, അവരെ ജയിലിലടയ്ക്കാനുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം. ഇപ്പോൾ വരുന്നവർ വാളെടുക്കുന്നവരെല്ലാം വിളിച്ചപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഈ ആരോപണങ്ങളിനകത്ത് സത്യസന്ധമായ കേസിന് സത്യസന്ധമായ അന്വേഷണം പോകണം. ഇപ്പോൾ രാഹുലിനെതിരെ തന്നെ ഞാൻ ഇന്നും കേട്ടു, റിപ്പോർട്ടർ ചാനലിൽ കേട്ടു, അതൊക്കെ ചാനലിൽ കേട്ടു. നാളെ പണ്ട് പീഡിപ്പിച്ചു, പണ്ട് പ്രേമമാണെന്ന് പറഞ്ഞു, വിവാഹ വാഗ്ദാനം നൽകി. ഈ വിവാഹ വാഗ്ദാനം നൽകിയപ്പോൾ അന്നേരം എനിക്കറിയത്തില്ല എന്താ ഈ വിവാഹ വാഗ്ദാനം ആരെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ, നൽകിയെന്ന് പറഞ്ഞാൽ അന്നേരം ആ പിള്ളേർ പറയുന്ന പോലെയുള്ള പരിപാടിയാണോ ചെയ്യേണ്ടത്? വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്ത്യാനിയാണ് വിവാഹ വാഗ്ദാനം നടക്കുന്നത്. നമ്മുടെ പള്ളിയിൽ ഒത്തുകല്യാണം വിവാഹ വാഗ്ദാനമൊക്കെ നടന്ന് കല്യാണം കഴിച്ച് കഴിഞ്ഞാണ് ബാക്കി കാര്യങ്ങൾ. അതായത് ഹൈന്ദവരുടെ ആണല്ലോ അങ്ങനെ അതിൻ്റെ വിശ്വാസം. അല്ല ആരെങ്കിലും ഫോണിൽ കൂടെ ചാറ്റ് ചെയ്ത് ഞാൻ കിട്ടിക്കോളാം എന്ന് പറഞ്ഞാൽ ഉടനെ ബാക്കിയുള്ള അനന്തരക്രിയകൾ തുടങ്ങുകയല്ല ശരി. അതെല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് എല്ലാം ഓരോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 പെൺമക്കളുള്ള എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. 2 അതിലുപരി പറയാം. ഇപ്പം ഈ പറഞ്ഞല്ലോ, ഈ നമ്മൾ കാരണവന്മാരോട് കൂടെ ശ്രദ്ധിക്കണം. പെൺപിള്ളേർക്കൊക്കെ സാമാന്യ മര്യാദയ്ക്ക് ഇട്ട് കിടക്കാൻ ഡ്രസ്സ് വിടണം. ഇപ്പം എൻ്റെ മകളാ അല്ലെങ്കിൽ അതിനുമായിട്ട് അടുപ്പമുള്ള ബന്ധപ്പെട്ട പിള്ളേരാണ്, എനിക്കങ്ങനെ ശാസിക്കാനുള്ള അധികാരമുള്ള പിള്ളേരായിട്ട് ഒരു ദിവസമേ ഉടുപ്പിടുകയുള്ളൂ, പിന്നെ ഇടുകയില്ല. ഇടാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്യണം, ഇല്ലേ? അല്ല നമ്മൾ പിള്ളേരെ അഴിച്ചു വിട്ടാൽ ഇതൊക്കെ സംഭവിക്കും. പറഞ്ഞാൽ സിനിമയാണെന്ന് പറഞ്ഞ് കുറേ പേരുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കാറുണ്ട്. അപ്പോൾ അവർ സിനിമയിൽ അഭിനയിച്ചോട്ടെ. പക്ഷേ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരെ ആരെങ്കിലും അപമാനിച്ചാൽ അവരപ്പോഴേ പ്രതികരിക്കുകയും ആ നിമിഷം തന്നെ അവർക്കെതിരെ നിയമപരമായി നീങ്ങാതെ ഇങ്ങനെ ഓരോ ഇപ്പോൾ രാവിലെ ഞാനിപ്പോൾ വാട്സപ്പ് കൂടെ ഒരു കണ്ട സംഭവമാണ്. ഏതോ ഒരു പെങ്കൊച്ച ആരാന്ന് എനിക്കറിയില്ല. ഇതേപോലെ എന്നെ ഇയാൾ രാഹുൽ ഫോണിൽ വിളിച്ചു, സംസാരിച്ചു. അതിനുശേഷം എന്നെ പീഡിപ്പിച്ച് കഴിഞ്ഞ് പറയുന്നു എനിക്കിതിനെ കെട്ടാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. അത് ഇപ്പോഴാണ് പറയുന്നത്, 2 വർഷം മുമ്പ് നടന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഈ 2 വർഷം മുമ്പ് നടന്ന കാര്യം ഇന്നാണോ പറയണ്ടേ? അയാൾ MLA ആകുന്നതിന് മുമ്പ് നടന്ന കാര്യമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പം അല്ല പറയട്ടെ, MLA ആകുന്നതിന് മുമ്പുള്ള കാര്യം. അത് രാഹുലിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നു. ഇപ്പം എനിക്കും നിങ്ങൾക്കും ഇതുണ്ടാവാം. ഞാനതാ പറഞ്ഞത്, ഇത് ശരിയല്ല. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ 2 വർഷം മുമ്പ് ഒരു പരാതി കൊടുക്കരുതായിരുന്നോ? അങ്ങനെ ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി ഇവരെ പീഡിപ്പിക്കുന്ന ഉദ്ദേശത്തോടു കൂടി അത്തരത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രതികരിക്കും. ഇനിയും നമ്മുടെ സമൂഹം അതിനുള്ള കരുത്തുണ്ടാവണമെന്നാണ് പറയുന്നത്. അല്ലാതെ 2 വർഷം കഴിഞ്ഞ് ചാനലിൽ കയറി നിന്നിട്ട് സ്റ്റാർ ആകാൻ വേണ്ടി വർത്തമാനം പറയുന്ന പണി അത് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഞാൻ രാഹുലിനെ വെള്ള പൂശുന്നില്ല. രാഹുൽ എന്നെ വെള്ള പൂശാൻ വേണ്ടിയല്ല ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചത്. ഞാൻ തെരുവുനായ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പക്ഷേ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും പറയാനാണെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് പിടിവിട്ടു പോകേണ്ട കാര്യമില്ല. അപ്പം മെസ്സേജ് വന്നാൽ ഈ പറയുന്ന ആളുകൾ ആ മെസ്സേജ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യണം. പെൺപിള്ളേർക്ക് അറിയത്തില്ല പറയാം, ബ്ലോക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവരെ ഷൗട്ട് ചെയ്യണം.